കോഴിക്കോട് നിന്ന് സഹോദരിമാർ റെഡി ആയിട്ടുണ്ട്. കോഴിക്കോട് ബ്യൂറോയിൽ നിന്നുള്ള പ്രവർത്തകർ നമുക്കിപ്പം കോഴിക്കോട് റീജിയണൽ ബ്യൂറോ തളി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ദീപക് തർമ്മണം എനിക്ക് തോന്നുന്ന കുറെ കഴിയുമ്പോൾ ഇപ്പൊ തളിയുടെ വെളിയിലാണ് നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ. ഈ ദീപക് തർമ്മണം മിക്കവാറും തളിക്കകത്താകുന്ന ദിവസം ഇത് അല്ലേ? മിക്കവാറും സാധ്യതയുണ്ട്. ദീപക്, ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവരും. നമ്മൾ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആള് ദീപകെ ആ മൈക്ക് ഒന്ന് ഷഹദിന് കൊടുക്കണം. കാര്യം എന്താ അറിയോ? അതായത് ഇവിടെ ഒരു വിദ്യാബാലനെ കണ്ടുപിടിച്ച ആളാ, ഒരു ഒന്നൊന്നര മനുഷ്യൻ. ദീപക് ഒന്ന് പറഞ്ഞത് ഇവിടെ ചെവിയിൽ കേൾക്കാനുള്ള കുതിരണ്ടോ ഇല്ല ഒന്ന് പറഞ്ഞത്. അതിനൊരു പണിഷ്മെന്റ് കൊടുത്തേക്കാം. ഇതാ ആദ്യം തന്നെ ഷാദുറഹ്മാനെ പരിചയപ്പെടുത്താം. ഷാദുറഹ്മാൻ ആ വിദ്യാബാലനെ കണ്ടുപിടിച്ചതിന്റെ പണിഷ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇത്രയും പൊല്ലാപ്പാവുന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അത് ഫ്ലോറിലുണ്ടാക്കിയ പ്രതിഫലനം വലുതാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. SK ആ രഹസ്യം പരസ്യമാക്കണ്ട, അതൊരു പൊല്ലാപ്പാകുമെന്ന് ഷഹദ് വിചാരിച്ചതല്ല. അപ്പോൾ SK എല്ലാവർക്കും ഓണാശംസകൾ. SK ഉഷച്ചേച്ചിക്ക്, അതുപോലെ നമ്മളെ ഫുൾ ടീം, PCR, സി ഉണ്ണികൃഷ്ണനെ പോലുള്ള താടി വെച്ച ആൾക്കാർ, ഷാദുർ റഹ്മാനെ പോലെ താടിയും മുടിയുമുള്ള ആൾക്കാർ ഇവിടുന്ന് ആശംസ നേരുകയാണ്. ഒപ്പം നിഖിൽ എങ്ങനെയുണ്ട് ഓണം? നിഖിലിന് കോഴിക്കോട്ടെ ആദ്യത്തെ ഓണം. അതെ, കോഴിക്കോട് ജോലി ചെയ്യാൻ എത്തിയ ശേഷമുള്ള ആദ്യത്തെ ഓണാണ്. അടിപൊളിയാണ്. കളറല്ലേ, നമ്മൾ എത്ര ദിവസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കണ ഓണം. എന്നും ഓണാണ്. ഓക്കെ, എന്നും ഓണാണ്. SK അതാ നിഖിൽ പറഞ്ഞത്, കോഴിക്കോട്ട് എന്നും ഓണമാണെന്നാണ്. സമീർ ഖാൻ, നമ്മളെല്ലാവരും ഇക്ക എന്ന് വിളിക്കുന്ന സമീർ സി മുഹമ്മദ്. അടിപൊളിയാണ് സാർ, അടിപൊളിയാണ്. നമ്മളെ 24 ഉള്ള മൂന്നാമത്തെ ഓണം അല്ലേ? ഓരോ വർഷവും ഗംഭീരമാണ്. തവണ ഒന്നുകൂടെ നല്ല കളർഫുൾ ആണ്. സൂപ്പർ. ഷാദുർ റഹ്മാൻ നമ്മളെ SK ഈ പ്രാവശ്യം നമ്മളെ ഓഫീസ് ഓണത്തിന് ഷാദുർ റഹ്മാന്റെ ഉമ്മയെ നമ്മൾ ഷഹദ് അറിയിക്കാതെ കൊണ്ടുവന്ന്, അറിയിച്ചാൽ ഷഹദ് കൊണ്ടുവരില്ല. സത്യമല്ലേ? എങ്ങനെയായിരുന്നു ആ അനുഭവം? അല്ല, അതെനിക്ക് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ആഘോഷം ഇത്തവണ ഒരുപാട് ഗിഫ്റ്റുകളും ഒരുപാട് കളർഫുള്ളും പെർഫോമൻസും കളർഫുള്ളും ഗസ്റ്റും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഗംഭീരായിരുന്നു SK. ഇതാ നമ്മളെ ഹരി ഒരു വൈകാതെ തന്നെ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഈ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹരിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരി, എങ്ങനെയുണ്ട് ഓണം 24-നൊപ്പം? അടിപൊളിയാണല്ലേ? ഹാപ്പി ആണോ എല്ലാവർക്കും? SK നമുക്ക് നമ്മളെ ടീമിൽ ഇല്ലാത്ത ഒരാളെ, നമ്മളെ ക്യാമറമാരെ പരസ്പരം പരിചയപ്പെടുത്താം. അഭിലാഷ് പള്ളിക്കര ഒന്ന് ഫ്രെയിം വയ്ക്കോ. ഇതാണ് അഭിലാഷ് പള്ളിക്കര ഒരു മികച്ച ക്യാമറാമാനാണ്. ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. ഇതാ വിഷ്ണുവിനെ വയ്ക്കോ. വിഷ്ണു കച്ചേരി. ഇതാ ഇവിടെ ജയൻ കല്യാശ്ശേരി മുങ്ങിപ്പോയി. നമുക്ക് SK ഇതാ ഇവിടുത്തെ മേൽശാന്തി ഹരി ഇവിടെ ഉണ്ട്. ഹരി എന്തോ പായസമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ SK വേണ്ടി പായസം നമ്മളങ്ങ് മേടിക്കാം അല്ലേ? ഇതാ SK എന്താ നിഖിൽ, ഇതാ പായസം. ഈ തളിയിലെ പായസം പ്രമാദമാണ്, ഗംഭീരമാണ്. അപ്പോൾ ഹരി എങ്ങനെയുണ്ട് ഓണം? ഭയങ്കര തിരക്കല്ലേ? വളരെ തിരക്കാണ് അമ്പലത്തിൽ. തീരെ ഒഴിവില്ലാത്ത തിരക്ക് രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു നിഖിലെ ഒരു രണ്ടുപേര് പാടണം. ആർപ്പോ എവിടെ പോന്നോ? ഇങ്ങോട്ടേക്ക് പോവാം. ചേച്ചി എങ്ങനെയുണ്ട് ഓണം? ഓക്കെ ആർപ്പോ വിളിക്കാനുണ്ട്. നമുക്ക് കോഴിക്കോട് നിന്നുള്ള നമ്മുടെ കോഴിക്കോട് റീജിയണൽ ബ്യൂറോ വളരെ സജീവമായ ഒരു ബ്യൂറോ ആണ്. കണ്ണു തപ്പിയ തളി ക്ഷേത്രത്തിന്റെ മുന്നിലുണ്ടാകും ദീപക് തർമ്മണം അല്ലേ എന്നാണ് നമ്മുടെ കാര്യം. എന്തായാലും വളരെ സജീവമായിട്ടുള്ള നിഖിൽ പരമേശ്വരന്റെ ഇതുപോലെ ബാച്ചിലറായിട്ടുള്ള അവസാന ഓണമാണ് അത്. കല്യാണം കഴിക്കും. അപ്പൊ ഞാൻ ഇന്നലെ പുള്ളി എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ചാനലിൽ, നമ്മുടെ പാട്ട് വഴി അത് പുള്ളി ഒരു നിലയിലെത്തിക്കും. അപ്പൊ ഇന്നലെ അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞു ഹാഷ്മി അതൊക്കെ കല്യാണമൊക്കെ ഒരു സന്തോഷമല്ലേ? അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവുന്നു പറഞ്ഞു. അല്ല, ഈ കല്യാണം കഴിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലമായെങ്കിലും ഇപ്പോഴും ഞങ്ങൾ അതേ ശക്തിയിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുവിധമുള്ള പ്രണയമൊക്കെ കല്യാണത്തോടെ തീരും. പക്ഷെ ഇത് ഇനി 4 കൊല്ലം കൊണ്ട് തീർന്നില്ലേ, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, കാര്യമായ പ്രശ്നം.